ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾക്ക് വാഷിങ്ടൺ മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നാലോ? എന്നോടൊപ്പം പോന്നോളൂ വാഷിങ്ടണിലെ വിശേഷങ്ങൾ കാണുവാനായിട്ട്. നമ്മൾക്ക് വാഷിങ്ടൺ ഒന്ന് നടന്ന് കണ്ട് വരാം. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നോടൊപ്പം പോന്നോളൂ വാഷിങ്ടണിലെ വിശേഷങ്ങൾ അറിയുവാൻ. വാഷിങ്ടൺ DC വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സമ്മർ ടൈമിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ആ സമയമാകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫാബുലസ് വ്യൂസ് ഒക്കെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഏപ്രിൽ മാസത്തിൽ വന്നാൽ നിങ്ങൾക്ക് ചെറി ബ്ലോസവും കാണാൻ പറ്റും. വാഷിങ്ടൺ DCയിൽ നമ്മൾക്ക് കാണാൻ ധാരാളം ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഉണ്ട്. ഇതിൽ നടന്ന് കാണാനായിട്ടാണ് ഏറ്റവും ഭംഗി. ഇവിടുത്തെ ബിൽഡിങ്ങുകളും അതിനെക്കുറിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിഷ്വലും കാണാൻ വളരെ ഭംഗിയാണ്. സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബ്യൂട്ടി നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സമയം ഏപ്രിൽ മാസത്തിലാണ്. കാരണം ചെറി ബ്ലോസം കാണാനാണ് ആൾക്കാർ സമയത്ത് വരുന്നത്. അത് ഏപ്രിൽ സമയത്താണ് ചെറി ബ്ലോസം. അതേപോലെ സമ്മർ ടൈമിൽ നമുക്കിവിടെ നടന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ, വിൻ്ററിൽ വന്നാൽ അധികം ആൾക്കാരൊന്നും ഇല്ല. ഏറ്റവും ബെസ്റ്റ് ടൈം വാഷിങ്ടൺ DC വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം സമ്മറാണ്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം പോന്നോളൂ. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കഴിവതും നമുക്കൊന്ന് നടന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും വളരെ പഴക്കമേറിയ ബിൽഡിങ്ങുകളാണ്. പക്ഷേ അതിനുള്ളിൽ ഗ്രാനൈറ്റ് മാർബിളും കൊണ്ടാണ് അന്നത്തെ കാലത്ത് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബിൽഡിങ് ഭയങ്കര സ്ട്രോങ് ആണ്. US നമ്മൾ എവിടെ ട്രാവൽ ചെയ്താലും സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡും ധാരാളം മരങ്ങൾ അവർ വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് കാണാം. ഇവിടെ എവിടെ പോയാലും മരങ്ങളാണ്, ധാരാളം മരങ്ങളാണ്. എല്ലാ ഏരിയയിലും, സിറ്റിയിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും മരങ്ങൾ അവർക്കൊരു ഹോബിയാണ്.
ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും 1835 ഇയറിൽ ബിൽഡിതമായതാണ്. ഗ്രാനൈറ്റ്, മാർബിൾ ഇതൊക്കെയുള്ള ബിൽഡിങ്ങുകളാണ്. വളരെ സ്ട്രോങ് ആയിട്ടാണ് അവരത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് അപ്ഡേറ്റ് ആയിട്ട് പോകുന്നത് എന്നതാണ് അതിൻ്റെ വാസ്തവം. പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ നല്ല സ്ട്രോങ്ങിലാണ് അവരത് പണിതിരിക്കുന്നത്. മിക്ക എല്ലാ ബിൽഡിങ്ങിൻ്റെയും സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. മിക്ക എല്ലാ ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെയും സ്ട്രക്ചർ ഒരേ പാറ്റേണിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിന്നെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. യുണൈറ്റഡ് സ്റ്റേറ്റിലെ 50 സ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന സ്തൂപങ്ങളാണ് ഇവിടെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലുമായിട്ട് 50 സ്റ്റേറ്റുകളുടെ പേരുൾപ്പെടെയുള്ള സ്തൂപങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
Please subscribe, like and share and give me the valuable comments, and I will see you in my next video. Bye guys.